ഹായ് ഫ്രണ്ട്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനും മഹിയും അനന്തും രേഖയൊക്കെയാണെങ്കിൽ അടിയോരത്ത് അവിടെ മഞ്ഞ് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനന്തു പറയുന്നുണ്ട്, എന്തായാലും ഈ ഫോട്ടോസൊക്കെ എടുത്ത് മോഹിനി അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക കണ്ണ, അവർക്ക് ഒരുപാട് സന്തോഷമാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനന്തു പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും നിൽക്ക്, ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ്റെയും മഹിയുടെയും ഫോട്ടോസൊക്കെ അനന്തു രേഖയാണെങ്കിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനന്തു രേഖ എടുത്ത ഫോട്ടോസ് മുഴുവനായിട്ട് തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ആണെങ്കിൽ അത് മോഹിനിക്കും അയക്കുന്നുണ്ട്. അങ്ങനെ മോഹിനിക്കും മാർക്കോയ്ക്കും സാഗറിനൊക്കെയാണ് അവർ ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്. മോഹിനിയുടെ വീട്ടിലാണെങ്കിൽ കരുണ താമസിക്കാൻ വന്നിട്ടുണ്ട്. ഉണ്ണിയോട് പിണങ്ങിപ്പോയ കരുണയാണെങ്കിൽ പ്രതാപിൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് തന്നെയാണ് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഉണ്ണിക്കാണെങ്കിൽ ഇപ്പോൾ കരുണയോട് വലിയ സ്നേഹമൊന്നും തോന്നില്ല. കാരണം കരുണ ഏത് സമയം ഉണ്ണിയാണ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കരുണയ്ക്കാണെങ്കിൽ കുഞ്ഞില്ലാത്ത കാരണം ഉണ്ണിയാണെന്നൊക്കെയാണ് കരുണ പറയുന്നത്. കരുണ തന്നെ ചെയ്ത് പണി വെച്ചിട്ടാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. അതുപോലും മനസ്സിലാക്കാതെ കരുണയാണെങ്കിൽ ഉണ്ണിയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപിൻ്റെ മുത്തശ്ശിയാണ് പറയുന്നുണ്ട്, എന്തായാലും ആ ഉണ്ണിമോനെ ഇനി നമുക്ക് വേണ്ട, അവനെപ്പോലൊരു കഴിവ് കെട്ടവനെ എന്തിനാണ് എൻ്റെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ കരുണയെ സപ്പോർട്ട് ചെയ്യുകയാണ് മുത്തശ്ശിയും പ്രഥമനൊക്കെ ആണെങ്കിലും. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ മോഹിനിയുടെ ഫോണിലോട്ട് മഹാലക്ഷ്മി ആ വലിയ വലിയ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മോഹിനിയുടെ മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം കണ്ടപ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇത്ര സന്തോഷിക്കാൻ മാത്രം ആ ഫോണിനകത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കരുണയാണെങ്കിൽ ആ ഫോണ് തൻ്റെ കയ്യിലേക്ക് തരാൻ വേണ്ടിയിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, ഇല്ല ഇതെൻ്റെ ഫോണാണ്, ഇതൊന്നും നീ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ മോഹിനി പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, ഓ നിങ്ങളുടെ മരുമോനും മരുമോളൊക്കെ അവിടെ പോയി നല്ലപോലെ ജീവിക്കുന്നത് ഞാൻ കാണുന്നത് കൊണ്ടാണോ നിങ്ങളതെനിക്ക് കാണിച്ചു തരാത്തതെന്നൊക്കെ മോഹിനിയെടുത്ത് കരുണ പറയുന്നുണ്ട്. അപ്പോൾ കരുണയോട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്, നീ ഇപ്പോൾ ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മോഹിനി പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെയാണെങ്കിൽ മേഘനാഥൻ ആ ഹോട്ടലിന് മുമ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും കപിലേശ്വരം വീട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്താണ് നമ്മുടെ ഹോട്ടൽ റൂമിൽ വന്ന ആ ചെറുക്കൻ വന്നിട്ട് നമ്മുടെ മേഘനാഥനോട് പറയുന്നത്, എന്തായാലും സാർ ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ പോയിട്ട് ആ പാറകൾക്കിടയിലൊക്കെ പോയിട്ട് ഒന്ന് വന്നോളൂ, അത് വലിയ മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെയൊക്കെ ഉള്ളത്. എന്നാലും മേഘനാഥനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. ഇവിടെ വരുന്ന ഒട്ടുമിക്ക കപ്പിൾസും അവിടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥനോട് പറയുമ്പോൾ മേഘനാഥൻ പെട്ടെന്ന് തന്നെ എന്നാൽ പിന്നെ കണ്ണനും മഹിയും അവിടെ തന്നെ കാണും എന്നുള്ള ഇതിൽ പോകുന്നുണ്ട് അങ്ങോട്ടാണെങ്കിൽ. അങ്ങനെ മേഘനാഥനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് മേഘനാഥനാണെങ്കിൽ നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൂരെ നിന്ന് മഹിയെയും കണ്ണനെയും കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണനെയും മഹിയെയും കണ്ട മേഘനാഥനാണെങ്കിൽ ഒന്ന് അമ്പരക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം വീഴ്ചയിലിരുന്ന ഇങ്ങനെ എഴുന്നേറ്റ് നടന്നു എന്നുള്ള രീതിയിൽ മേഘനാഥൻ തുറിച്ച് നോക്കുന്നുണ്ട് കണ്ണനെ ആണെങ്കിൽ ഒന്ന് നല്ലപോലെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ മേഘനാഥനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഒന്ന് ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. മുമ്പിൽ കാണുന്നത് കണ്ണനാണെങ്കിൽ നല്ല ആരോഗ്യവാനായിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്നതാണ് മേഘനാഥൻ കാണുന്നത് തന്നെ. മേഘനാഥൻ ഒരു നിമിഷം ആലോചിച്ചു, ഇതെൻ്റെ സ്വപ്നമാണോ എന്നുള്ള രീതിയിൽ. മേഘനാഥനെ കണ്ടിട്ടാണെങ്കിൽ മഹി നല്ലപോലെ പേടിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം മറച്ചു വെച്ച ആ സത്യം മേഘനാഥൻ അറിഞ്ഞാൽ എല്ലാവരും തന്നെ അറിയാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പരസ്പരം എല്ലാവരും തന്നെ. കണ്ണനാണെങ്കിൽ വലിയ കൂസലൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കണ്ണനാണെങ്കിൽ അവൻ കണ്ടോട്ടെ എന്നുള്ള ഇതിൽ തന്നെയാണ് കണ്ണൻ നിൽക്കുന്നത്. മേഘനാഥൻ അറിഞ്ഞാൽ പിന്നെ മേഘനാഥൻ കണ്ണനെ ഉപദ്രവിക്കാൻ ഒന്ന് പേടിക്കുമെന്നുള്ള കാര്യം കണ്ണന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ മേഘനാഥനെ ഒന്നും തന്നെ പേടിക്കാതെ തുറിച്ച് തന്നെ നോക്കുന്നുണ്ട് മേഘനാഥനെ ആണെങ്കിൽ. എന്നാൽ മേഘനാഥനാണെങ്കിൽ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓഹോ ഇതാണല്ലേ നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ്, വൈദ്യശാല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പം മേഘനാഥനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കണ്ണോട് പറയുന്നുണ്ട്, നിനക്ക് കാണിച്ചു തരാടാ, നീ ഞങ്ങളെയൊക്കെ ഇത്രയും കാലം പറ്റിക്കായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. കാരണം ഇനി അവിടെ നിന്നാൽ കണ്ണൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടും എന്നുള്ള കാര്യം മേഘനാഥന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഘനാഥനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കമലേശ്വരം വീട്ടിലെത്തി. കമലേശ്വരം വീട്ടിലെ എല്ലാവരെയും തന്നെ ഈ ഒരു വിവരം അറിയിക്കണം എന്ന് തന്നെയാണ് മേഘനാഥൻ്റെ മനസ്സിലിരിപ്പ് തന്നെ. അപ്പം മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട നമ്മുടെ പ്ലാനൊക്കെ എല്ലാം തന്നെ പൊളിഞ്ഞു, ഈ മേഘനാഥൻ എല്ലാവരെയും ഇന്ന് അറിയിക്കും, എന്നാൽ പിന്നെ നമ്മളിനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇത്രയും കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വിചാരിച്ചിരുന്നത്
എന്നൊക്കെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ എന്തിനാണോ അവനെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ തൻ്റെ കൂടെ ഇല്ലേ? ഇപ്പോൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ വന്നാലും ഞാനിപ്പോൾ നല്ലപോലെ തടുത്തിടും. അതൊക്കെ തനിക്കറിയാലോ. പിന്നെ എന്തിനാണ് താൻ അവനെ പേടിക്കുന്നത്? അവൻ ആരോട് വേണമെങ്കിലും പോയി പറയട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. എന്തായാലും ഇതൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയും. അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്നാണ് കണ്ണൻ പറയുന്നത് തന്നെ മഹാലക്ഷ്മിയോടാണെങ്കിൽ. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് കാണാം. അപ്പോൾ ബായ്.